അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്. സ്വർഗം നിലകൊള്ളുന്നത് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ മാത്രമല്ല. വാപ്പായും ഉമ്മായും ഒറ്റക്കിട്ടുകൊണ്ട് യുദ്ധത്തിന് വരരുതേ വരരുതേ. അതിനേക്കാൾ വലുത് പ്രായമാകുന്ന വാപ്പയും ഉമ്മയും നോക്കലാണ് നോക്കലാണ്. അവർക്ക് സേവനം ചെയ്യലാണ്, അവർക്ക് ഖിദ്മത്തെടുക്കലാണ്, അവരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നിലകൊള്ളലാ. അതാണ് നിങ്ങൾക്ക് വിജയമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വർഗം മോഹിച്ചുകൊണ്ട് നടക്കുന്നവരെ, നാട്ടിലുള്ള പട്ടിണി പാവങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറ്റാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങുന്ന പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമേ, യു പിയിലെയും മഹാരാഷ്ട്രയിലെയും എനിക്കതാ കാശ്മീരിൽ ഒരുപാട് പാവങ്ങൾക്ക് ബ്ലാങ്കറ്റ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ അവിടേക്ക് എടുത്തെറിയുന്നവരെ, നിന്റെ വീടിന്റെ അകത്തിളങ്ങൽ ഒരു പുതപ്പ് പോലും കിട്ടാതെ വിറങ്ങലിച്ചിരിക്കുന്ന പ്രായം ചെന്നതാകുന്ന ഉമ്മയില്ലയോ? ശരീരത്തിൻ്റെതാകുന്ന അസ്ഥിപഞ്ജരങ്ങൾ നിനക്ക് വേണ്ടി നൽകിയതിന്റെ പേരിൽ, നിന്നെ താരാട്ട് പാടി ഉറക്കിയതിന്റെ പേരിൽ, നിനക്ക് മുലപ്പാല് നൽകിയതിന്റെ പേരിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ശരീരത്തിന്റെ എല്ലുകൾ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഉമ്മ, പോഷകാഹാര കുറവുള്ള പാവപ്പെട്ടതാകുന്ന ഉമ്മ, ആ ഉമ്മയെ നീ ഒന്ന് ശുശ്രൂഷിക്കണേ സഹോദരാ. ആ ഉമ്മാക്ക് ഖിദ്മത്തെടുക്കുന്നതിലൂടെ കിട്ടുകയാണ് നിനക്ക് സ്വർഗമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.